ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോസില. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ 110 എന്ന സ്കൂട്ടറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ്. ജൂപ്പിറ്ററിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. അതായത് ഇറങ്ങിയ കാലം മുതലേ 100-110 CC കാറ്റഗറിയിൽപ്പെട്ട സ്കൂട്ടറുകളിൽ നല്ലപോലെ സെയിലുള്ളൊരു സ്കൂട്ടറാണ്. ഓൾറെഡി തന്നെ ഈ സ്കൂട്ടറിന് ഒരുപാട് വേരിയൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേരിയൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ടി വി എസിൻ്റെ മറ്റു വണ്ടികളുള്ള പോലെ തന്നെ സ്മാർട്ട് കണക്ട് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 കളേഴ്സിലാണ് നമുക്ക് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മാറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ കോപ്പർ ബ്രൗൺസും. കോപ്പർ ബ്രൗൺസ് കുറച്ചും കൂടി നല്ല ഗ്ലോസിയാണ്. അതായത് മറ്റ് ടി വി എസ് ജൂപ്പിറ്റേഴ്സ് വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഗ്ലോസിയാണ്, കുറച്ചും കൂടി അട്രാക്റ്റീവുമാണ്. ഈ പുതിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ടോപ്പ് വേരിയൻറ്റ് ജൂപ്പിറ്ററിൻ്റെ. അപ്പോൾ ഈ കളറും കൂടി ആകുമ്പോൾ അതിനൊരു പ്രീമിയം ലുക്കാണ് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ജൂപ്പിറ്ററിൻ്റെ ബിൽഡ് ക്വാളിറ്റി. അത് ഭയങ്കരം തന്നെയാണ്. അതായത് നല്ല രീതിയിൽ അഭിപ്രായം കിട്ടിയിരിക്കുന്ന ഒരു വണ്ടിയാണ് ജൂപ്പിറ്റർ 110. അപ്പോൾ ഈ കാണുന്നതാണ് ജൂപ്പിറ്റർ 110ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചറായ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇതേ ഡിസൈൻ നമ്മൾ വേറൊരു വണ്ടിയിൽ കണ്ടിട്ടുണ്ട്, എൻടോർക്കിൽ. നിങ്ങൾക്കറിയാലോ, എൻടോർക്കാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളൊരു സ്കൂട്ടർ കൊണ്ടുവന്നത്. അതിലുള്ള സെയിം എല്ലാം ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് കിട്ടിയാലേ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ വണ്ടി ഇവിടെ വന്നിട്ട് ആകെ 2 ആഴ്ച ആയിട്ടുള്ളൂ. ഇതുവരെ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കൊടുത്തു തുടങ്ങിയിട്ടില്ല. ഇത് ആൾക്കാർ അറിഞ്ഞു വരുന്നുള്ളൂ ഇങ്ങനത്തെ ഒരു മോഡൽ ഇറങ്ങിയ കാര്യം തന്നെ. എല്ലാം കൊണ്ടും സ്വിച്ചസും എല്ലാം, ആ ഒരു ചാർജിങ് സ്ലോട്ടും ഒരു പോക്കറ്റും എല്ലാം നല്ലൊരു ഇണങ്ങിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഒട്ടും നമുക്കൊരു മിസ്മാച്ചിങ് തോന്നുന്നില്ല. പിന്നെ പെട്രോൾ ടാങ്കിൻ്റെ ലിഡിൻ്റെ കാര്യം അറിയാലോ, അത് പുറകിലാണ്. അതായത് കുറച്ചും കൂടി ആൾക്കാർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ്, നമുക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ സീറ്റ് സ്റ്റോറേജിൽ കൊടുത്തിരിക്കുന്ന ഒരു ലൈറ്റും അതും പുതിയൊരു ഫീച്ചർ തന്നെയാണ്. എല്ലാം കൊണ്ടും വണ്ടിയിലും കുറച്ച് ഫീച്ചേഴ്സ് പുതിയതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെ പുഷ് ചെയ്തും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് വണ്ടിയുടെ കീ സെറ്റിൻ്റെ അവിടെ തന്നെയാണ്, അത് റൈറ്റിലേക്ക് തിരിക്കുമ്പോഴാണ്. ഈ ഒരു വേരിയൻറ്റിന് മാത്രം സീറ്റിൻ്റെ ഒരു പ്രത്യേക കളർ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കളേഴ്സിനും, അതായത് മാറ്റ് ബ്ലാക്കിനും ഈ കോപ്പർ ബ്രൗൺസിനും ഈ സെയിം കളർ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു അടിപൊളി ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈലൻറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടർ മോട്ടർ മാറ്റിയപ്പോൾ സ്റ്റാർട്ടർ കോയിലായതുകൊണ്ട് തന്നെ ആ വണ്ടിക്കുള്ളൊരു കിരകിരപ്പ് സൗണ്ട്, അതായത് മറ്റ് സ്കൂട്ടറുകൾക്കുള്ള പോലത്തെ ഒരു സൗണ്ട് ഇതിനില്ല. എൻജിൻ സ്റ്റാർട്ടായാൽ മാത്രമേ നമ്മൾ ആ നോയ്സ് അറിയുള്ളൂ. നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ് നോട്ടൊന്ന് കേൾക്കാം. ഈ ഷോറൂമിൻ്റെ അകത്തായതുകൊണ്ടുള്ള ഒരു വ്യത്യാസം ഇതിനകത്തുണ്ട് കേട്ടോ. അത് നമുക്ക് വീഡിയോയിൽ മനസ്സിലാവും. പക്ഷെ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നുമല്ല, നല്ല ക്ലീൻ സൗണ്ടാണ് ഇതിൻ്റെ. അധികം വൈകാതെ തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ടെസ്റ്റ് ഡ്രൈവിന് കിട്ടും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതുപോലെ പുതിയതായിട്ട് ഇറങ്ങുന്ന എല്ലാ വണ്ടികളുടെയും അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.